വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഖത്തറിൽ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഹോം ടൂറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ റൂമിനെ പറ്റിയിട്ടും റെൻറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ പലപ്പോഴായിട്ട് എടുത്തിട്ടുള്ള ക്ലിപ്സോളാണ് കേട്ടോ, അതെല്ലാം കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ താമസിക്കുന്ന വില്ല. കറക്റ്റ് വില്ലേൻ്റെ ലൊക്കേഷൻ വരുന്നത് അൽജറൂഫ് സ്ട്രീറ്റിൽ വക്രയിലാണ് കേട്ടോ. ഇവിടെ ഒരു 7 or 8 ഒക്കെ റൂംസ് ഉണ്ട് തോന്നുന്നു. കറക്റ്റ് എത്ര ഉള്ളത് എന്ന് അറിയില്ല കേട്ടോ, കാരണം ഉള്ളിലേക്കൊക്കെ റൂംസ് ഒക്കെ ഉണ്ട്. ഇവിടെ ചെറുതായിട്ടൊരു കൃഷി തന്നെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് ഈ ഒരു വില്ലേന്റെ ഓണർ തന്നെയാണ്. ഈ മുകളിൽ കാണുന്നതൊക്കെ പടവലത്തിന്റെ ഒക്കെ കേട്ടോ. അതിലൊക്കെ ഞാൻ വന്ന ടൈമിൽ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഹോം ടൂർ വീഡിയോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇനി ഞങ്ങൾ നാട്ടിലോട്ട് പോകാൻ ഒരു 3-4 ദിവസമൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങളുടെ വന്നിട്ട് 3 months ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊക്കെ ഞങ്ങൾക്കൊരു മെമ്മറീസ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമോന്നും അറിയില്ല. അതുപോലെ തന്നെ ഇനി വരാന്നുണ്ടെങ്കിൽ ഈ റൂമും കാര്യങ്ങളും ഒന്നും ആവില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യണത് നല്ല ഇഷ്ടമാണ്. ഞാനിതുപോലെ നമ്മുടെ ലൈഫിലുള്ള ഓരോ നല്ല മൊമെൻറ്റ്സൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പ്രിൻറ്റ് ചെയ്ത് അതൊരു ഡയറിയിലാക്കി സ്റ്റിക്ക് ചെയ്യലൊക്കെയാണ്. ഒരു ജേർണൽ ടൈപ്പിലൊക്കെ ചെയ്യലായിരുന്നു. ഇതിപ്പോൾ ചാനലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ എന്നെ പോസ്റ്റ് ചെയ്യാലോ. പിന്നീട് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് നല്ലൊരു മെമ്മറീസ് ആവും ഇത്. അതുപോലെ തന്നെ ഐസുനാന്നുണ്ടെങ്കിലും അവൾ ചെറിയൊരു പ്രായത്തിലല്ലേ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവൾ വലുതായാലും അവൾക്ക് ഇത് പറഞ്ഞു കേട്ടിട്ടല്ലാതെ ഇതൊന്നും ഒരു ഓർമ്മ കൂടി ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ കൂടുതലും ഞാൻ വ്യൂസിന് വേണ്ടിയിട്ടോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടോ ഒന്നല്ല കേട്ടോ എടുക്കാറുള്ളത്. ഇത് എനിക്ക് തന്നെ വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുള്ളതാണ് ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ. അപ്പോൾ പറഞ്ഞ് ഞാനിപ്പോൾ ഇത് വല്ലാതെ അങ്ങോട്ട് കാട് കയറി പോയോന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഹോം ടൂർ കാണാം. ഞാനിപ്പോൾ വീഡിയോയിൽ ഒരു കുറച്ചധികം പ്ലാൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റൂം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് കേട്ടോ ഇവിടെ ഓണറിൻ്റെ വീട്. അപ്പോൾ അവർ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് കയറാനുള്ള മെയിൻ ഡോറ്. അങ്ങനെ മെയിൻ ഡോറൊക്കെ കയറി ഉള്ളിലോട്ട് വന്നാൽ ഇതാ നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശാലമായിട്ടുള്ള ഒരു ഹാള് കാണാം. അപ്പോൾ അത് ചെറുതായിട്ടൊരു ലിവിങ്ങും ഡൈനിങ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റെപ്പ് കാണാം. അപ്പോൾ ഈ ഒരു കയറി വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഉണ്ടോ സോഫയും ഷൂറാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ സോഫ ഷൂറാക്ക് ഒന്നും ഈ ഒരു കറക്റ്റ് സ്ഥാനത്തൊന്നും ആയിരുന്നില്ല. ഞാൻ പിന്നെ ഇവിടേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയതാണ്. പിന്നെ ആ കാണുന്നതാണ് ഞങ്ങളെ റൂമിലോട്ടുള്ള ഡോറ്. അപ്പോൾ അത് കാണിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കിച്ചണൊക്കെ കാണാം. പിന്നെ ഇവിടെയുള്ള എല്ലാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ വരുന്ന ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു തന്നെയാണ് കേട്ടോ. ഹാളിലായിട്ട് ഇതുപോലെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ ആകെക്കൂടെ ഉള്ള ആകെ ഒരു വിൻഡോ ഉണ്ട്. ഇത് വേറെ റൂമിലോ കിച്ചണിലോ വേറെ എവിടെയും വിൻഡോ അല്ല, ആകെക്കൂടെ ഉള്ള ഒരു വിൻഡോ ഉള്ളത് ഈ ഒരു ഹാളിലാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ നമ്മളെ ഫ്രണ്ടിലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയിൽ, അതൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഹാളിൻ്റെ ഒരു കോർണറിലായിട്ട് ചെറിയൊരു ടേബിൾ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാനും വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒരു കോർണറിലോട്ട് ഞാൻ ഇട്ടാണ് കേട്ടോ. ഇതൊക്കെ വേറെ ഭാഗത്തായിരുന്നു. ആ ഒരു ടേബിളിന്റെ സൈഡിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീ ഉണ്ട്. പിന്നെ ഇതാ ഹാളിലായിട്ട് തന്നെയാണ് ഫ്രിഡ്ജും വെച്ചിട്ടുള്ളത്. അതിന്റെ സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ഡോർ ഉണ്ടല്ലോ, അതാണ് കിച്ചണിലോട്ടുള്ള ഡോറ്. അപ്പോൾ ഡോറിൽ ഇതുപോലെ ഗ്ലാസ് ടൈപ്പ് ആണ്. നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ കിച്ചണിന്റെ ഉള്ളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കിച്ചണിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ റൂം ബാത്റൂം ഹാളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്പേസ് കുറവുള്ളത് കിച്ചണാണ്. എങ്കിലും പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ സ്പേസ് കുറവ് കിച്ചണാണ്. പിന്നെ ഇവിടെ ഒരു ഗ്യാസ് സ്റ്റോവ് ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി, അതാണ് താഴെ വെച്ചിട്ടുള്ളത്. അത് യൂസ് ചെയ്യാറില്ല. അതിന് സിലിണ്ടറും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഷെജീർ എന്തായാലും വേറെ ഒരു സ്റ്റോവ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കറണ്ടിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു കിച്ചണിൽ കാര്യമായിട്ട് അങ്ങനെ കുക്കിംഗ് ഒന്നും ഇല്ല, വല്ലപ്പോഴും ഉള്ളൂ കുക്കിംഗ് ഒക്കെ. പിന്നെ ഞാൻ പൊടികൾ ഇതൊക്കെ ഇട്ട് വെക്കാനൊന്നും കണ്ടെയ്നേഴ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം ഞങ്ങളാകെ ഒരു 2-3 months അല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കുറച്ച് ടൈമിനായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ട് പിന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ലഗേജ് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത്. പിന്നെ ഇതാ ഇനി നെക്സ്റ്റ് റൂം കാണാം. അപ്പോൾ റൂം ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് തന്നെ കാണാം ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ്. ബെഡിന്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ടേബിൾ ഉണ്ട്, പിന്നെ ഒരു സ്റ്റോറേജ് ഷെൽഫും ഉണ്ട്. പിന്നെ ഈ റൂമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ റൂമിന്റെ റെന്റ് വരുന്നത് 2000 റിയാലാണ് കേട്ടോ. അത് നാട്ടിലത്തെ ഇന്ത്യ റുപ്പി കൺവേർട്ട് ചെയ്യുമ്പോൾ 50,000-ന് മുകളിൽ 52 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഞാനിത് പറയാൻ കാരണം എനിക്ക് കമന്റിൽ വരലുണ്ട് കേട്ടോ എത്രയാണ് റെന്റ് വരുന്നത് എന്നൊക്കെ. പിന്നെ ഞാൻ വിസിറ്റിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിൽ. ഞാൻ ഹയലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു വലിയൊരു വാർഡ്രോബ് തന്നെ ഉണ്ട് സൈഡിലായിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ഓപ്പൺ ചെയ്തിട്ടൊന്നും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓപ്പൺ ചെയ്തിട്ടൊക്കെ. ആ ഒരു വുഡിന്റെ വാർഡ്രോബിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് ഡ്രസ്സ് വെക്കാം കേട്ടോ. അത്രയും സ്പേസ് ഉണ്ട്. നല്ല ഹൈറ്റിലൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതേ ഒരു വാർഡ്രോബിന്റെ സൈഡിലായിട്ട് തന്നെ വരുന്ന ഈ ഒരു ഡോർ ഉണ്ടല്ലോ, അതാണ് ബാത്റൂമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ബാത്റൂമിന്റെ ഒരു സൈഡിലായിട്ട് തന്നെയാണ് വാഷിംഗ് മെഷീൻ വാഷ് ബേസ് ഒക്കെ വരുന്നത്. അപ്പോൾ 2000 റിയാലിനൊക്കെ ഈ റൂം അത്യാവശ്യം നല്ല വെർത്താണ് കേട്ടോ. കാരണം എല്ലാം നല്ല സ്പേസിലും നീറ്റിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഫർണിച്ചറും വൈഫൈ ഒക്കെ ഈ ഒരു റെന്റിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ഒരുവിധ റൂമൊക്കെ കണ്ട ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റെന്റിന് ഇത്രയും സ്പേസിലും അതുപോലെ ഫർണിച്ചറൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് അധികം നീറ്റിലൊന്നും കിട്ടാറില്ല റൂം എന്നുള്ളത്.
അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം സ്പേസും സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ ഇനി ഞങ്ങൾക്ക് ഒരു മെമ്മറീസ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം.